ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 10th CBSE സിലബസിൻ്റെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നിലധികം റെസിസ്റ്റേഴ്സിനെ സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിനെ V1 + V2 + V3 എന്ന് എഴുതാം. V1 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R1, V2 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R2, V3 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R3 ആണ്. അപ്പോൾ നമുക്ക് വിനെ V1 + V2 + V3 എന്ന് എഴുതാം. ഓംസ് ലോ വെച്ചിട്ട് V = IR എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? IR = IR1 + IR2 + IR3. അവിടെ കറണ്ട് എന്താണ്? സെയിം ആണ്, അതുകൊണ്ടാണ് I തന്നെ എഴുതിയത്. റൈറ്റ് സൈഡിൽ I കോമൺ ഫാക്ടർ ആയതുകൊണ്ട് Iനെ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും I വരുന്നുണ്ട്, ക്യാൻസൽ ചെയ്യുക. അപ്പോൾ R = R1 + R2 + R3 എന്നാണ് കിട്ടുക. ഇത് സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് RS = R1 + R2 + R3 എന്നാണ് എഴുതുക. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. An electric lamp whose resistance is 20 ohm and a conductor of 4 ohm resistance are connected to a 6 volt battery. A question ആണ്. The total resistance of the circuit. B. കാൽക്കുലേറ്റ് ദ കറണ്ട് I ത്രൂ ദ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗർ നോക്കുക. അതിൽ 4 ohm 20 ohm അല്ലേ? 4 ohm കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. 20 ohm എന്ന് പറയുന്നത് അവിടെയുള്ള ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അത് സീരീസ് കോമ്പിനേഷനിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുമ്പം ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. RS = R1 + R2. ഇവിടെ R1 ആയിട്ട് 4 ohമിനെയും R2 ആയിട്ട് 20 ohമിനെയുമാണ് എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ആവും? RS = 4 ohm + 20 ohm എന്ന് വരും. 20 + 4 എത്രയാണ്? 24 ohm ആണെന്ത് ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുക. ഇനി നെക്സ്റ്റ് നമുക്ക് കറണ്ടാണ്, ടോട്ടൽ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് I = V/R ആണ്. ഇവിടെ V എന്ന് പറയുന്നത് 6 വോൾട്ട് ആണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 24 ohm ആണ്. അപ്പോൾ I = 6/24 എന്ന് വരും. 6/24നെ 6 വെച്ച് കട്ട് ചെയ്താൽ 1/4 എന്നായി. 1/4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.25 ആംപിയർ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്